ഒരിക്കൽ വിശുദ്ധ ജെറോം വിശുദ്ധ നാട് സന്ദർശിക്കുവാനായി യാത്രയാവുകയാണ്. യാത്ര ചെയ്യുന്നത് ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലാണ്. യാത്ര മധ്യേ വിശുദ്ധ ജെറോമിന് ഒരു ദർശനം ഉണ്ടാവുകയാണ്. ഈ ദർശനം ഉണ്ണീശോ തന്റെ സ്വപ്നത്തിൽ വന്ന് ജെറോമിനോട് പറയുന്നുണ്ട്, ജെറോമേ, നീ എന്റെ പിറവിക്കായി, എന്റെ ജന്മദിനത്തിനായി കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്റെ ജന്മദിനത്തിന് നീ എന്ത് സമ്മാനമാണ് നീ എനിക്ക് നൽകുന്നതെന്ന് ഉണ്ണീശോ ജെറോമിനോട് ചോദിക്കുകയാണ്. ജെറോമ് ഒത്തിരി നേരം ആലോചിച്ചു. അതിനുശേഷം ഉണ്ണീശോ ജെറോമിനോട് പറയുന്നുണ്ട്, ജെറോമേ, നീ എനിക്ക് സമ്മാനം നൽകുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്, അത് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കണം. അപ്പോൾ ജെറോമ് ഉടനെ തന്നെ ഉണ്ണീശോട് പറയുന്നുണ്ട്, ഉണ്ണീശോയെ, എന്റെ ജീവിതത്തിൽ ഞാൻ പ്രിയപ്പെട്ടതെന്ന് ഞാൻ കരുതുന്നത് എന്റെ ഹൃദയമാണ്. ആ ഹൃദയം ഞാൻ അങ്ങേക്ക് നൽകുകയാണ്. അപ്പൊ ഉണ്ണീശോ പറയുന്നുണ്ട്, ഒരു കാര്യം കൂടെ നീ ശ്രദ്ധിക്കണം, നീ എനിക്ക് നൽകുന്ന ഈ സമ്മാനത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. നീ എനിക്ക് നൽകുന്ന സമ്മാനം അത് നിന്റേതായിരിക്കണം. അത് നീ അധ്വാനിച്ചുണ്ടാക്കുന്ന നിന്റേതായ മാത്രം ഒരു സംഭാവനയായിരിക്കണം. അപ്പോൾ ജെറോം ഉണ്ണീശോയോട് പറയുന്നുണ്ട്, ഉണ്ണീശോയെ, എന്റെ ജീവിതത്തില് ഞാൻ ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ അങ്ങേക്ക് ഒരു സമ്മാനമായി നൽകാം. അപ്പൊ ഉണ്ണീശോ പറയുന്നുണ്ട്, നീ ആദ്യം ഹൃദയം നൽകാമെന്ന് പറഞ്ഞു. ആ ഹൃദയം എന്ന് പറയുന്നത് നിന്റേതല്ല, അത് എന്റേതാണ്. അതുപോലെ നീ ഇപ്പോൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അത് നീ ചെയ്യുന്നതല്ല, ഞാൻ നിനക്ക് ചെയ്യാനായി അവസരം നൽകുന്നതാണ്. അപ്പോൾ അത് നിന്റേതല്ല. ജെറോം വീണ്ടും ഒത്തിരി ആലോചിക്കുകയാണ്, എന്ത് സമ്മാനം കർത്താവിന് കൊടുക്കും. ഉണ്ണീശോ വീണ്ടും ജെറോമിനോട് പറയുന്നുണ്ട്, ജെറോമേ, ഒരു ക്ലൂ കൂടെ തരാം. നീ എനിക്ക് നൽകുന്ന ഈ സമ്മാനത്തിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. അത് നിനക്ക് ഒത്തിരി ഉണ്ട്, പക്ഷെ അത് എനിക്ക് ഒട്ടുമില്ല. അപ്പൊ എനിക്കില്ലാത്ത സമ്മാനം വേണം നീ എനിക്ക് നൽകാൻ. നമ്മളെ മറ്റുള്ളവർക്ക് സമ്മാനം കൊടുക്കുമ്പോൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ഇല്ലാത്ത സമ്മാനം, ഇല്ലാത്ത സാധനങ്ങളായിരിക്കും സമ്മാനമായി കൊടുക്കുന്നത്. ഉണ്ണീശോയും ജെറോമിനോട് ചോദിക്കുന്നത് ഇത് തന്നെയാണ്, എനിക്കില്ലാത്ത ഒരു സമ്മാനം നിനക്ക് ഒത്തിരി ഉണ്ട്, ആ സമ്മാനം എനിക്ക് വേണം. ജെറോം ഒത്തിരി ആലോചിച്ചതിന് ശേഷം കർത്താവിനോട് ഉണ്ണീശോയോട് പറയുന്നുണ്ട്, ഉണ്ണീശോ, എനിക്ക് അറിയില്ല എന്ത് നൽകണമെന്ന്. ഉണ്ണീശോ ജെറോമിനോട് പറയുന്നുണ്ട്, നിനക്കില്ല ഒത്തിരി ഉള്ളതും ഇല്ലാത്തതുമായ ഒരു സാധനമുണ്ട്, അത് പാപവും പാപ സാഹചര്യവുമാണ്. നിന്റെ ജീവിതത്തിലെ പാപവും പാപ സാഹചര്യങ്ങളും എനിക്ക് നൽകുക, അത് ഞാൻ ഏറ്റെടുത്ത്